ഹലോ, നല്ല നമസ്കാരം. സ്ട്രോ നെറ്റ്ഫ്ലിക്സിൽ പുതിയതായിട്ട് റിലീസായിട്ടുള്ള ഏറ്റവും നല്ലൊരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിനിമ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതിൽ ഒരുപാട് ലെയറുകൾ ഉള്ളതുകൊണ്ട് ഒറ്റവാക്കിൽ ഇതിനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തവൻ്റെ രാഷ്ട്രീയം, കറുത്ത രാഷ്ട്രീയം അല്ലെങ്കിൽ വെളുത്തവനുള്ളതാണ് ഈ ലോകം എന്നൊക്കെ പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സ്റ്റോറി. അതല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ നിറം കറുപ്പാണ്. ഈ സിനിമ പറയുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സംഭവമാണ്. വിശക്കുന്നവൻ്റെ രോധനം കേൾക്കാത്ത വെളുത്ത ലോകത്തിലേക്ക് വിശപ്പിൻ്റെ വിളികൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സിംഗിൾ മമ്മിൻ്റെ ഒരു കഥയാണ്. ഒരു വെറും $40 വേണ്ടി ഉച്ചഭക്ഷണം കൊടുക്കാൻ, സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് $40 അടയ്ക്കാൻ പറ്റാതെ വരുന്ന ഒരു നിസ്സംഗയായിട്ടുള്ള ഒരു അമ്മയുടെ കഥ, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ, സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികളുടെ മുമ്പിലും തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു കുഞ്ഞിൻ്റെ കഥ. ഒരു വെറും 10 വയസ്സിന് താഴെയുള്ള 7-8 വയസ്സാണെന്ന് തോന്നുന്നു, അത്രയും വയസ്സ് മാത്രമുള്ള ഒരു കൊച്ചുകുട്ടിയുടെ കഥ കൂടിയാണ് സ്ട്രോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് എത്രത്തോളം പിടിപെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു സാധനം കൂടിയാണ് ഈ കഥ എന്ന് പറയുന്നത്. ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ, അതല്ലെങ്കിൽ വാടക വീട്ടിൽ നിന്നും ഇറക്കി വിടുക, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരു സിംഗിൾ മമ്മിൻ്റെ കഥയാണ് സ്ട്രോ എന്ന് പറയുന്നത്. നിറത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ അരികവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹമുണ്ട്. അവർ വെളുത്തവൻ്റെ കണ്ണിലെ കരടായിട്ട് മാറുന്ന, ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിനകത്ത്, ഇന്ത്യക്കകത്ത് തന്നെ, കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിക്കൊള്ളു, വേടനെ പോലുള്ളവരെയൊക്കെ സമൂഹത്തിൻ്റെ ഓരം ചേർന്ന് നടക്കാൻ വേണ്ടി കൽപ്പിക്കുന്ന ദ്രംഷ്ടങ്ങൾ ഇപ്പോൾ പൊന്തി വരുന്നുണ്ട്. കാരണം കറുപ്പ് എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൻ്റെ, അല്ലെങ്കിൽ അവൻ നിസ്സംഗനായിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ താഴെ തട്ടിലുള്ളവനാണ് എന്ന് ചാപ്പ കുത്താനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ, നമ്മുടെ മലയാളികളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. ലോകത്തിൽ എവിടെ നോക്കിയാലും, ഏത് രാജ്യം എടുത്ത് നോക്കിയാലും ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു വലിയ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, ദാരിദ്ര്യത്തിൻ്റെ നിറം കറുപ്പാണ്, അല്ലെങ്കിൽ ദാരിദ്ര്യമുള്ളവൻ കറുത്തവനായിരിക്കണം, അല്ലെങ്കിൽ കറുത്തവൻ സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവനാണ് എന്നുള്ള ഒരു ബോധം ഇതിൽ കടന്നുകൂടുന്നുണ്ട്, ഈ സിനിമയ്ക്കകത്ത് കടന്നുകൂടുന്നുണ്ട്. ഒട്ടും ഭയങ്കരമായിട്ട് ഫീല് ചെയ്യപ്പെടുന്ന, കാരണം ദാരിദ്ര്യം കൊണ്ട് മനുഷ്യൻ എന്തു ചെയ്യപ്പെടും എന്ന് ഒന്നും ആർക്കും പറയാൻ പറ്റില്ല. അവൻ ചിലപ്പോൾ മോഷ്ടാവാകും, ചിലപ്പോൾ കൊലപാതകയാകും. ഒരു ചെറിയ ലോകത്ത് ജീവിക്കുന്ന, തൻ്റെ കുടുംബത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന പാരൻസ് എന്ത് ചെയ്യുമെന്ന് അതിനെക്കുറിച്ച് ഒരു മുൻവിധിയും ഉണ്ടാവില്ല ഒരിക്കലും. ആർക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മനോഹരമായ ഒരു സ്റ്റോറിയാണ് സ്ട്രോ എന്ന് പറയുന്ന ഇംഗ്ലീഷ് മൂവി. ഈ സിനിമ എനിക്ക് തോന്നുന്നത് സ്ത്രീയിലൂടെ പറയാൻ ശ്രമിക്കുമ്പോൾ എത്രത്തോളം ആൾക്കാർ ശ്രദ്ധിക്കും എന്നതിനെക്കുറിച്ച്, അമേരിക്ക പശ്ചാത്തലത്തിലാണ് ഈ സിനിമ സംഭവിക്കുന്നത്. പക്ഷേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അവസാനം നിയമത്തിന് മുമ്പിൽ കീഴടങ്ങുകയാണ്. നിയമം നടപ്പിലാക്കേണ്ടവർ പോലും ചിലപ്പോഴൊക്കെ നിറത്തിൻ്റെ പേരിൽ നിസ്സംഗരായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരെ ഈ സിനിമയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ജനിയ എന്ന് പറയുന്ന ആ കഥാപാത്രം ശരിക്കും ഭയങ്കര പെയിൻഫുള്ള, ഒരു ദുർബലയായിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ടല്ല എനിക്ക് തോന്നിയത്. ശരിക്കും നല്ല ഒരു സമൂഹത്തോട് പോരടിക്കുന്ന, ദാരിദ്ര്യത്തിനോട് പോരടിക്കുന്ന, നിറത്തോട് പോരടിക്കുന്ന, അങ്ങനെയുള്ള ഒരു നല്ലൊരു കിടിലം ഒരു പോരാളി ആയിട്ടുകൂടി എനിക്ക് ജനിയ എന്ന് പറയുന്ന കഥാപാത്രത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കൊക്കെ വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾക്കൊക്കെ നാളെ സംഭവിക്കാവുന്ന, മറ്റു രാജ്യങ്ങളിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ചിലപ്പോഴൊക്കെ സംഭവിച്ചിട്ടുള്ള, എനിക്കൊക്കെ 1-2 തവണയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നിറത്തിൻ്റെ പേരിൽ അവഗണിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു സംഭവം ഈ സിനിമ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നല്ല ഒരു കഥയായിട്ട്, വർഗവ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യർക്കും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല കിടിലം സിനിമയായിട്ടാണ് എനിക്ക് സ്ട്രോ തോന്നിയിട്ടുള്ളത്. ഒരു വീട്ടമ്മയുടെ വളരെ ദാരിദ്ര്യം നിറഞ്ഞ ഒരു കഥ ആയിട്ട് മാത്രം അല്ല ഇതിനെ കാണേണ്ടത്. ഇതിൽ പറയുന്ന രാഷ്ട്രീയം കൂടുതൽ
ആൾക്കാരിലേക്ക് എത്തിച്ചേരുകയും അത് ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യേണ്ട ഒരു സാധനമായിട്ട് സ്ട്രോ മാറുകയാണ്. തീർച്ചയായും കാണുക. ഓക്കെ, താങ്ക് യു.